കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നല്ല മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് ഒരു അരി പോലും ഇങ്ങോട്ട് കിട്ടുന്നില്ല, ഇതെല്ലാം നമ്മുടെ വിഹിതമാണ് എന്നാണ്. ഇത് ഇത്രയും പച്ചക്കള്ളം പറയാനായിട്ട് CPM-ൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, പ്രത്യേകിച്ച് പിണറായി വിജയൻ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. കേന്ദ്രത്തിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ, കിറ്റ് ഉൾപ്പെടെ ലഭിച്ചു. ഇതെല്ലാം സംസ്ഥാന സർക്കാർ അവരുടെ ക്രെഡിറ്റ് ആക്കി മാറ്റുകയും ചെയ്തു. ഇനി ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയത്തില്ല. കാരണം അവരുടെ വായടപ്പിച്ചുകൊണ്ടാണ് പിണറായി ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു വിഹിതവും ഇല്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അത് തിരുത്തിയാൽ കോൺഗ്രസിന് പണി കിട്ടും. നിങ്ങൾ BJP-യോടൊപ്പമാണ് നിൽക്കുന്നത്, ഞങ്ങൾ ഫാസിസത്തിനും ഭരണകൂട ഭീകരതയ്ക്കും മോദിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എതിരെ പോരാടുമ്പോൾ കോൺഗ്രസും BJP-യോടൊപ്പം കൂട്ടുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് മിണ്ടാൻ പറ്റത്തില്ല. അതാണ് സ്ഥിതി. ഇനി അഥവാ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും തോളിലൊക്കെ കൈയിട്ടുകൊണ്ടാണല്ലോ ഇവിടുത്തെ CPM പുങ്കവന്മാരവിടെ നിൽക്കുന്നത്. MA ബേബിയെ ഇവിടുന്ന് വിളിച്ചു പറയും. ഉടനെ ബേബി അത് സോണിയാജിയുടെ ചെവിയിലേക്ക് മന്ത്രിക്കും. ഉടനെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വേണ്ട രീതിയിൽ കൊടുക്കുകയും ചെയ്യും. നിർത്തിക്കോളാൻ പറയും സംസാരം. ഇതായിരിക്കും സംഭവിക്കുന്നത്. കോവിഡ് കാലത്ത് ഇത് ഇങ്ങനെ പറഞ്ഞത് ഇവർക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അന്ന് ഇവിടെ നിന്ന് നേരെ വിവരങ്ങൾ യെച്ചൂരിയെ അറിയിക്കും. യെച്ചൂരി അത് എന്ത് ചെയ്യും? സോണിയ അമ്മച്ചിയുടെ ചെവിയിലോട്ട് ഓതും. അവരിവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് വാണിംഗ് കൊടുക്കും. അതുകൊണ്ടൊട്ട് മിണ്ടാൻ പറ്റത്തില്ല. എന്നാൽ 2024 മുമ്പ് വരെ ഇവിടുത്തെ BJP-ക്കാർ ഒന്നും പറയത്തില്ല. കോവിഡ് കാലത്ത് ഇവിടുത്തെ BJP അത് വേണ്ട തരത്തിൽ മുതലെടുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അത് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം മാത്രമാണ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്, അല്ലാതെ ഇവിടുത്തെ അല്ല. ഇതിന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള ക്രെഡിറ്റും എടുക്കാനില്ല. കേരളത്തിലെ റേഷൻ കടകളിൽ കൊടുക്കുന്ന അരിയിൽ ഒരു മണി പോലും പിണറായി വിജയൻ നൽകുന്ന അരി അല്ല, എല്ലാം മോദി അരിയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ജനങ്ങളുടെ അവകാശമാണ് എന്നതുകൊണ്ടാണ് അരി തരുന്ന തങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറയാതിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിന് പ്രത്യേകമായി ഭക്ഷ്യധാന്യം അനുവദിച്ചില്ലെന്ന വിമർശനം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരുന്നു. പല അവകാശവാദങ്ങളും പൊളിഞ്ഞ് കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പൈസ കൊണ്ടോ സഹകരണം കൊണ്ടോ ആണ് നടക്കുന്നത് എന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത്. ഒരിടത്തും അവഗണിക്കുന്നില്ല, അത് ജനങ്ങളുടെ അവകാശമായതുകൊണ്ടാണ്. അവകാശങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നതിനെ ഞങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് ഉത്സവാവസരത്തിലെങ്കിലും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. കോവിഡ് കാലം നന്നായിട്ട് ഇവർ മുതലെടുത്തല്ലോ, പിണറായി വിജയനും കൂട്ടരും ഒക്കെ. കാരണം പലതരത്തില് ഭക്ഷ്യധാന്യങ്ങൾക്കൊന്നും ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. സുഭിക്ഷമായിട്ടത് റേഷൻ കടകൾ വഴി. അപ്പോൾ കേരളത്തിലെ ഏതാണ്ട് 97 ലക്ഷം കാർഡ് ഉടമകളും ഇത് റേഷൻ കടയിൽ പോയി വാങ്ങി അത് ഉപയോഗിക്കുമായിരുന്നു. കാരണം ആ കാലം അങ്ങനെ ആയിരുന്നല്ലോ. അതുകൊണ്ട് കൃത്യമായി ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ദുരിതകാലം പിണറായി വിജയൻ അത് അനുകൂല കാലമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്.
പിണറായി വിജയന്റെ ഭരണകാലത്താണ് ഈ ദുരന്തങ്ങളെല്ലാം ആവർത്തിച്ചു കൊണ്ടിരുന്നത്. പ്രളയമായാലും കോവിഡ് ആയാലും അങ്ങനെ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളെ മുഴുവൻ തനിക്ക് അനുകൂലമാക്കി മാറ്റാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ആ തുടർഭരണം വന്നത്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഇത് തിരുത്താൻ കഴിയില്ല. എന്തിന്? ഈ ഓണക്കാലമായപ്പോഴാണല്ലോ പൊതുവിപണിയിലെ വില നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ് സപ്ലൈകോയിലും മറ്റും സാധനങ്ങൾ എത്തിച്ചത്. അതിനു മുമ്പ് CPI-യുടെ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ ഉയർന്നത് എന്താണ്? സപ്ലൈകോയിലെ പാറ്റയ്ക്ക് കഴിക്കാൻ പോലുമില്ല എന്നാണ് പറഞ്ഞത്. ഈ സപ്ലൈകോ പഴയ മാവേലി സ്റ്റോറ് ഇതാരാണ് കൊണ്ടുവന്നത്? ഭക്ഷ്യമന്ത്രിയായിട്ടിരുന്ന CPI-യിലെ E ചന്ദ്രശേഖരൻ നായരാണ്. അന്ന് അതിന്റെ ആ മാവേലി സ്റ്റോറിന്റെ ഒരു മഹത്വവും പകിട്ടും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് അതിനെ പലതരത്തിലും, ഇപ്പോഴും ഭക്ഷ്യവകുപ്പ് മന്ത്രി CPI-യിൽ നിന്നാണ്, പക്ഷേ CPM അതിനെ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 വകുപ്പ് മാത്രമേ ഉള്ളൂ കേരളത്തിലുള്ളത്. ഒന്ന് മുഖ്യമന്ത്രിയും പിന്നെ മറ്റൊന്ന് പൊതുമരാമത്തും പിന്നെ ടൂറിസവും കൂടെ ചേർന്നുകൊണ്ട്. അപ്പൊ ഭക്ഷ്യവകുപ്പിന്റെ ഒക്കെ പഴയ പേരൊക്കെ ഇല്ലാതാക്കി കളയുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഒന്നുമില്ലാതിരുന്ന സമയത്ത് പോലും ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്ന ഈ വെറും അമൂൽ ബേബികളായി നടക്കുന്നവർക്ക് എന്തായിരുന്നു പണി? ഇവർക്ക് ഈ ഇത്തരത്തിലുള്ള രതിവൈകൃതത്തിൽ നടക്കുകയാണ് ചെയ്തത്. അത് മാങ്കൂട്ടമായാലും തേങ്കൂട്ടമായാലും ആരായാലും കൊള്ളാം, അല്ലാതെ ഇവർക്ക് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര വിഹിതവും ഇവിടുത്തെ ഈ കോൺഗ്രസ് MLA-മാർക്ക് എത്ര എണ്ണത്തിന് അറിയാം കേന്ദ്രത്തിൽ നിന്ന് ഏതെല്ലാം കാര്യങ്ങൾക്ക് വിഹിതമുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് എത്ര വിഹിതമുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ രാഹുൽ മാങ്കൂട്ടും ഒക്കെ വെറും വാചക കസർത്തിൽ മാത്രമാണ് ഒരു MLA എന്നുള്ള രീതിയിൽ 100% പരാജയം തന്നെയാണ്. ഇത് MLA-യുടേതായ കാര്യങ്ങൾ ഒന്നും തന്നെ അറിവില്ല എന്നുള്ളതാണ്. ചാനൽ ചർച്ചകളിൽ വന്ന് ചളവള വാചകമടിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അറിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തില് ഇവിടുത്തെ BJP പ്രവർത്തകർ വേണം ഇത് ഈ മുഖ്യമന്ത്രിയുടെ ഈ അഭിപ്രായത്തെ വെല്ലുവിളിക്കേണ്ടത്. അപ്പൊ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ജോർജ് കുര്യൻ. ഇനി ഇത് രാജീവ് ചന്ദ്രശേഖർ ഇത് ഏറ്റെടുക്കണം. ഇവിടുത്തെ മുഴുവൻ BJP നേതാക്കൾ ഇത് ഏറ്റെടുക്കുകയാണ് വേണ്ടത്. കേന്ദ്ര വിഹിതം അത് സ്വന്തമാക്കി വെച്ചിട്ട് ആ ക്രെഡിറ്റ് മുഴുവൻ എടുക്കുക. നിങ്ങൾ BJP-ക്കാർ ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കണം, കോവിഡ് കാലത്ത് ഈ ക്രെഡിറ്റാണ് അവർ എടുത്തത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ക്രെഡിറ്റ് അവർ ഏറ്റെടുക്കും. അതിനുള്ള ശ്രമമാണ്. കൃത്യമായിട്ട് ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കൈകളിലേക്കാണ് ഇത് ചെല്ലുന്നത്, റേഷൻ കട വഴിയുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അവര് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായിട്ട് മാത്രമേ ഇതിനെ കാണത്തുള്ളൂ. പിണറായി വിജയൻ തന്നതാണ്, പിണറായി അലിവുള്ള ഒരു സഖാവാണ് എന്നൊക്കെ ധരിച്ച് വശായിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 സ്ഥിതി ആവർത്തിക്കും. അതുകൊണ്ട് ജോർജ് കുര്യൻ തുടങ്ങി വെച്ച ഈ പോര് BJP കേരള ഘടകം ഏറ്റെടുത്ത് കൃത്യമായി ജനങ്ങളെ ധരിപ്പിക്കുകയാണ് വേണ്ടത്.